തളർന്നു കിടന്നുറങ്ങിപ്പോയ നിദ്ര താൻ ആരോടൊപ്പമാണെന്നോ എങ്ങോട്ടാണ് പോകുന്നതെന്നോ ഒന്നും അറിഞ്ഞില്ല. ഇതേ സമയം നിദ്ര കിടന്നിരുന്ന റോയൽ ബ്ലൂ ആഡംബര കാർ ഓടിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ അവളെ ഏറ്റവും വെറുക്കുന്ന വ്യക്തി തന്നെയായിരുന്നു രുദ്രദേവി മഹേശ്വർ. കാട് പോലുള്ള ആ സ്ഥലത്ത് ഒരു ഹൊറർ ഫിലിമിൻ്റെ അന്നത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുന്ന വഴിയായിരുന്നു രുദ്രൻ. അപ്പോൾ നിദ്ര അവിടെ എത്തിയപ്പെട്ടതോ തൻ്റെ കാറിൽ കയറിയിരുന്നതോ ഒന്നും തന്നെ രുദ്രൻ അറിഞ്ഞിരുന്നില്ല. മിനിസ്റ്റർ വഴി ആ പ്രശ്നം ഒത്തുതീർപ്പായതോടെ വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും പിണക്കം തീർക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുകയായിരുന്നു അന്നേരം രുദ്രൻ. പക്ഷേ അവൻ അറിഞ്ഞിരുന്നില്ല, ഇപ്പോൾ തന്നെ പിടികൂടിയതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഭാവിയിൽ പിടിമുഴുക്കാനിരിക്കുന്നത് എന്ന കാര്യം. ആ കാട് മുഴുവൻ ഓടിയ ആലസ്യത്തിൽ ചുറ്റും സംഭവിക്കുന്നതൊന്നും അറിയാതെ കിടന്നുറങ്ങുകയായിരുന്നു നിദ്രയപ്പോൾ. സത്യം പറഞ്ഞ അവൾക്ക് ചെറിയമ്മ അവളെ കൊണ്ട് വീട്ടിൽ ചെയ്യിക്കുന്ന സകല ജോലികളുടെയും ഭാരം ഇറക്കി വെച്ച് സ്വസ്ഥമായി ഒന്നുറങ്ങാൻ സാധിക്കുന്നത് അപ്പോൾ മാത്രമായിരുന്നു. താൻ ഏത് അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് പോലും ബോധമില്ലാതെ അവൾ ഉറങ്ങിപ്പോയിരുന്നു. അതേസമയം രുദ്രൻ്റെ വീട്ടിൽ അവനോടുള്ള ദേഷ്യത്തെ പ്രതി മഹാദേവൻ രുദ്രൻ്റെ അമ്മയും തൻ്റെ ഭാര്യയുമായ ഗായത്രി ദേവിയുടെ നേർക്ക് അലറിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ ഇപ്പം എന്തു പറഞ്ഞാലും അവനോട് ഞാൻ ക്ഷമിക്കാൻ തയ്യാറല്ല. കുടുംബത്തിന് അതിനുമാത്രം ചീത്തപ്പേരാണ് അവൻ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. കാരണവന്മാരുടെ തലവര കാരണമാണ് എങ്ങനെയോ അത് ഒഴിഞ്ഞു പോയത്. എന്നാൽ കൂടിയും അവൻ്റെ ഇത്തരം ചീത്ത സ്വഭാവങ്ങൾ വെച്ച് പൊറുപ്പിക്കാൻ ഈ തറവാട്ടിൽ ഞാൻ ഉള്ളിടത്തോളം സമ്മതിക്കില്ല. ആ വലിയ വീടിൻ്റെ അകത്തളത്തിലൂടെ കോപഭാവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് മഹാദേവൻ. അവനോടുള്ള കടുത്ത ദേഷ്യം ആ മുഖത്ത് പ്രകടമാണ്. ഇതെല്ലാം കേട്ട് അമ്മ ഗായത്രി ദേവി വിങ്ങി വിങ്ങി കരയുകയായിരുന്നു. നമ്മുടെ മോനല്ലേ അവൻ, എനിക്കുറപ്പാ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. ഇതവനെ ആരോ മനഃപൂർവ്വം കുടുക്കിയതായേട്ടാ. നമുക്കെല്ലാകെ ഒരു മോനല്ലേ അവൻ. നമ്മൾ കൈയൊഴിഞ്ഞാൽ പിന്നെ അവൻ എങ്ങോട്ട് പോകും? കൈവിരലുകളാൽ കണ്ണിൽ നിന്ന് മൂർന്നിറങ്ങുന്ന മിഴുനീർ ഒപ്പിയെടുത്തുകൊണ്ട് ഗായത്രി ദേവി മഹാദേവനെ ദയനീയമായി നോക്കി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കോപം അവരുടെ വാക്കുകൾ കേട്ടതോടെ ഇരട്ടിച്ചതേയുള്ളൂ. വർദ്ധിച്ച ദേഷ്യത്തോടെ മഹാദേവൻ ഗായത്രി ദേവിയുടെ തുടർന്നുള്ള സംസാരത്തെ കൈ ഉയർത്തി വിലക്കി. ഇതെൻ്റെ ഉറച്ച തീരുമാനം തന്നെയാണ്. നീ ഇനി കൂടുതൽ ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട. ആ കൊള്ളരുതാത്തവൻ ഇനി എൻ്റെ വീടിൻ്റെ പടി കടക്കുമെന്ന് നീ കരുതണ്ട. ചൂണ്ടുവിരൽ വിറപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് കേട്ടതോടെ ഗായത്രി ദേവി ഒന്നുകൂടി തളർന്നു പോയിരുന്നു. എന്തിനാ എന്നെ ഇങ്ങനെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയ്ക്കിട്ട് തീ തീറ്റിക്കുന്നത്? എനിക്ക് മടുത്തു. നിങ്ങളെ ഒരുമിപ്പിക്കാൻ നോക്കി ഞാൻ വലഞ്ഞു. അവനെ വീട്ടിൽ കയറ്റാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഞാനും അവൻ്റെ കൂടെ പോകും. ഇതെൻ്റെ തീരുമാനമാണ്. നിങ്ങൾക്ക് വാശിയുണ്ടെങ്കിൽ എനിക്കുമുണ്ട് വാശി കുറച്ചൊക്കെ. മകനെ അകമൊഴിഞ്ഞ് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ആ അമ്മയുടെ ചുടുകണ്ണീര് അയാളുടെ ഉള്ളത്തെ ഒരു മാത്ര നേരത്തേക്ക് പൊളിച്ചു കളഞ്ഞു. ഭാര്യ വീട്ടിൽ നിന്നും ഇറങ്ങുമെന്ന അവരുടെ തീരുമാനവും ഒരു വെറും വാക്കായി മഹാദേവന് തോന്നിയതുമില്ല. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ നേർക്ക് അയാൾ ഒന്ന് നോക്കിപ്പോയി. ആ സമയത്തേക്ക് ആ കഠിനമായ ഹൃദയത്തിന് ഒരിത്തിരി അയവ് വന്നിരുന്നു. അവൻ എന്തായാലും വരട്ടെ, അവൻ്റെ ഭാഗത്ത് ന്യായമെന്ന് തോന്നിയാ നമുക്കപ്പോൾ നോക്കാം. സ്വരത്തിൽ അല്പം മൃദുലത വരുത്തിക്കൊണ്ട് തൻ്റെ നടത്തം നിർത്തി മഹാദേവൻ സെറ്റിയിലിരുന്നു. ആ സമയത്താണ് മകൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ട് ഗായത്രി ദേവി പിടഞ്ഞെഴുന്നേറ്റ് പുറത്തേക്ക് ഓടിയത്. മഹാദേവനും ഭാര്യയുടെ പിന്നാലെ ഗൗരവം കൈവഴിയാതെ മെല്ലെ മെല്ലെ പുറത്തേക്ക് നടന്നു. രുദ്രൻ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് കാലെടുത്ത് വെച്ചതോടെ ഗായത്രി ദേവി മകൻ്റെ നേർക്ക് കുതിച്ചിരുന്നു. മോനെ രുദ്ര, എവിടെയായിരുന്നടാ നീ ഇത്രയും നാള്? അമ്മ എന്തുമാത്രം പേടിച്ചു പോയെന്നറിയുമോ? അവൻ്റെ വിരിഞ്ഞ മാറിലേക്ക് വീണുകൊണ്ട് ഗായത്രി ദേവി ആർത്തലച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. അച്ഛനെ ഓർത്ത് അത്രയും നേരം പുകഞ്ഞുകൊണ്ടിരുന്ന രുദ്രൻ്റെ മനസ്സും അമ്മയുടെ കണ്ണുനീർ വീണ് നനഞ്ഞിരുന്നു. അവൻ മെല്ലെ മെല്ലെ അമ്മയുടെ മുടിയിൽ തഴുകി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അമ്മ കരയാതിരിക്ക്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ. ആ പെണ്ണ് ആരെന്ന് പോലും എനിക്കറിയില്ല. അമ്മയുടെ സ്വരത്തിലെ ഗദ്ഗതം അവനിലേക്കും പകർന്നു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും വാക്കുകൾ മുറിവിട്ടുകൊണ്ട് നനഞ്ഞീറനായ കണ്ണുകളോടെ രുദ്രൻ അമ്മയെ നോക്കി. ഒന്നും പറയണ്ട എന്ന രീതിക്ക് ഗായത്രി ദേവി വിലങ്ങിനെ തലയാട്ടുകയായിരുന്നു. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് നിന്നെ അറിയാം മോനെ. എൻ്റെ മോൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്യുകയില്ല. അമ്മയുടെയും മകൻ്റെയും സ്നേഹപ്രകടനങ്ങൾക്കിടയിൽ നിന്ന് നടന്നു വരികയായിരുന്നു മഹാദേവൻ. അപ്പോൾ എന്തൊക്കെയോ ശബ്ദം കേട്ട് ഉറക്കം മുറിപ്പെട്ടതിൻ്റെ ആലസ്യത്തിൽ നിദ്ര കണ്ണു തുറന്നു. അപ്പോഴാണ് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് അറിവില്ലാതിരുന്ന നിദ്ര സീറ്റിൽ നിന്നും മെല്ലെ എഴുന്നേറ്റിരുന്നു പോയി. ആ സമയത്താണ് വണ്ടിയിലേക്ക് കണ്ണുകൾ അറിയാതെ പാളിപ്പോയ മഹാദേവൻ അവളെ കാണുന്നത്.
അയാളുടെ രക്തം വീണ്ടും തിളക്കാൻ തുടങ്ങി. മകന്റെ അരിയിലേക്ക് പാഞ്ഞു ചെന്നുകൊണ്ട് ഭാര്യയെ പിടിച്ച ആ കാഴ്ച അയാൾ കാണിച്ചു കൊടുത്തു. നോക്കടി നിന്റെ മകന്റെ തനി സ്വരൂപം. ഹോട്ടലിൽ വെച്ച് പിടിച്ച ആ പെണ്ണുമായി തന്നെയാണ് ഇപ്പോഴും കറക്കം. അവളുമായി ഈ വീട്ടിലേക്ക് വരാൻ മാത്രം ധൈര്യം കാണിച്ച ഇവൻ ഇനിയും തെറ്റ് ചെയ്തില്ലെന്ന് നിനക്ക് എങ്ങനെ പറയാനാകും? കണ്ണു തുറന്ന് നീ നോക്ക്. മഹാദേവന്റെ അലർച്ചയ്ക്കിടയിലും ആ കാഴ്ച കണ്ട ഗായത്രി ദേവി ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് മകനെ ഒന്ന് നോക്കി. നിദ്ര തൻ്റെ കാറിൻ്റെ പെൻസീറ്റിലിരിക്കുന്നത് കണ്ട രുദ്രനും ഞെട്ടിപ്പോയിരുന്നു. അപ്പോൾ നിദ്രയെ കണ്ടതും ഗായത്രി ദേവി വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. ഇത്രയും നേരം ഈ മകന് വേണ്ടിയാണല്ലോ ഭർത്താവിനോട് എതിരിട്ടത് എന്നോർത്തപ്പോൾ അവർ തകർന്നു പോയിരുന്നു. രുദ്ര നീ? അവർ അടക്കാനാവാത്ത ക്ഷോഭത്തോടെ അവൻ്റെ ഷർട്ടിൻ കോളറിൽ പിടിച്ചു കിതച്ചു. അമ്മേ ഞാൻ. അവളെ തൻ്റെ കാറിൽ കണ്ടതോടെ രുദ്രനും പകച്ചു പോയിരുന്നു. എന്താടാ ഞാൻ ഈ കാണുന്നത്? ഈശ്വര, എങ്ങനെയാണോ ഞാൻ നിന്നെ വളർത്തിയത്? എനിക്ക് വയ്യ. നിനക്ക് വേണ്ടി ഞാൻ ദേവേട്ടനോട് പോലും എന്തുമാത്രം വഴക്കിട്ടു. എന്നിട്ട് നീ? അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവളെ ഞാനല്ല കാറിൽ കയറ്റിയത്, സത്യമായും ഞാൻ. അപ്പോഴേക്കും അവിടെ നടക്കുന്ന രംഗം കണ്ട് പേടിച്ചു വിറച്ച് പുറത്തേക്ക് വന്ന നിദ്രയെ നോക്കി രുദ്രൻ ദയനീയമായി പറഞ്ഞു. പക്ഷേ പറഞ്ഞു തീരും മുന്നേ അവൻ കവൾ പൊത്തിപ്പിടിച്ചു പോയി. കാരണം ഗായത്രി ദേവിയുടെ കൈത്തലം അതിശക്തമായി അവൻ്റെ മുഖത്ത് ആഞ്ഞു പതിച്ചിരുന്നു. മിണ്ടരുത് നീ അസത്തെ. ഇനിയും എന്നെ വെഡ്ഡിയാക്കാമെന്നാണോ വിചാരം? അത് കണ്ട അരികിൽ നിന്ന നിദ്ര ഞെട്ടിപ്പോയി. അവൾക്ക് നടന്നതെല്ലാം പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും പേടിയും വിറയലും കൊണ്ട് അവൾ വിറയ്ക്കുകയായിരുന്നു. എങ്കിലും അവൾ ഗായത്രി ദേവിയുടെ നേരെ തിരിഞ്ഞു. അമ്മേ ഞാൻ. അമ്മയോ? ആരോടി നിന്റെ അമ്മ? ഇവൻ കൂടെ കൊണ്ട് നടക്കുന്നെന്ന് വെച്ചിട്ടുള്ള അധികാരം സ്ഥാപിക്കലാണെങ്കിൽ ആ പരിപ്പ് ഇവിടെ വേവില്ല. ഈ നിൽക്കുന്നവനെ വശീകരിച്ച് നിരന്തരം അവൻ്റെ പിന്നാലെ കൂടി ഈ കുടുംബം തകർത്തപ്പോൾ തൃപ്തിയായി കാണും നിനക്കല്ലേ? എൻ്റെ കൈ കൊണ്ട് ചാവണ്ടെങ്കിൽ ഇറങ്ങി പൊയ്ക്കോണം രണ്ടും. ഈ മൂദേവിയെയും വിളിച്ചുകൊണ്ട് പോടാ. മഹാദേവന്റെ അലർച്ചയിൽ നിദ്ര ഭയന്നു പോയി. ഗായത്രി ദേവിയെ പറഞ്ഞു മനസ്സിലാക്കാനായി സ്വരുക്കൂട്ടിയ വാക്കുകൾ അവളുടെ തൊണ്ടയിൽ വെച്ച് തന്നെ വറ്റിപ്പോയി. കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു. രുദ്രനൊന്നും മിണ്ടാനാവാതെ സ്തംഭിച്ചു നിൽക്കെ ഗായത്രി ദേവി മഹാദേവനെ ദയനീയമായി നോക്കി. ഈ കുട്ടി പറയുന്നത് എന്തിനാ ദേവേട്ട? ഇവൾക്ക് നമ്മളെ സ്നേഹിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുടുംബത്തെക്കുറിച്ചോ മാനാഭിമാനങ്ങളെക്കുറിച്ചോ ഓർക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവനെ ഇവളെപ്പോലെയല്ലല്ലോ. നമ്മുടെ രക്തമാണ്. നമ്മൾ അത്രയേറെ സ്നേഹിച്ചും ലാളിച്ചും പ്രതീക്ഷയോടെ വളർത്തിയവൻ. അവനല്ലേ നമ്മളോട് ആത്മാർത്ഥത കാണിക്കേണ്ടിയിരുന്നത്. ഇവനിങ്ങനെ ചെയ്തതോർക്കുമ്പോൾ എനിക്ക് മരിച്ചാൽ മതിയെന്ന് തോന്നുവാ ദേവേട്ട. ഇവന് വേണ്ടി ഞാൻ ദേവേട്ടനോട് എന്തൊക്കെ പറഞ്ഞു. ഇറങ്ങിപ്പോകുമെന്ന് വരെ പറഞ്ഞില്ലേ. എന്നിട്ടിവൻ. മഹാദേവൻ തൻ്റെ ഭാര്യയുടെ ചുമലിൽ കൈവച്ചു. അവരുടെ കരച്ചിൽ അയാളുടെ കരങ്ങളിൽ തറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ കരഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എങ്ങനെ വളർത്തിയ മകനാണ്. പെട്ടെന്നാണ് ഗായത്രി ദേവി താഴേക്ക് കുഴഞ്ഞു വീണത്. അവർ വലത് കൈകൊണ്ട് നെഞ്ച് പൊത്തിപ്പിടിച്ച് ആ മുഖം വേദനയിൽ ചുളിഞ്ഞു. അയ്യോ അമ്മേ. രുദ്രനോടിയടുത്തെങ്കിലും മഹാദേവൻ ഭാര്യ അപ്പോൾ തന്നെ താങ്ങിയിരുന്നു. അദ്ദേഹം മറുകൊണ്ട് രുദ്രനെ പിടിച്ചാഞ്ഞു തള്ളി. മാറി നിൽക്കടാ. എന്നെയോ ഇവളെയോ തൊട്ടു പോകരുത്. നീ തൊട്ട് അശുദ്ധമാക്കിയ മരിച്ചാൽ പോലും ഞങ്ങൾക്ക് മോക്ഷം കിട്ടിയെന്ന് വരില്ല. രുദ്രനടങ്ങാനാവാത്ത വേദന തോന്നി. എന്നും അച്ഛൻ്റെ മുന്നിൽ തന്നെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചതും ന്യായീകരിച്ചതുമെല്ലാം അമ്മയായിരുന്നു. ഒരു മതിൽ പോലെ അമ്മ തന്നെ സുരക്ഷിതനാക്കി. ഇന്ന് ആ അമ്മ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതും ചെയ്യാത്ത തെറ്റിന്. എവിടെയോ കിടന്ന ഒരുത്തി കാരണം. അച്ഛാ, അമ്മയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോകണം. വാ, കാറിലേക്ക് കയറ്. വേദന കൊണ്ട് പുളിയുന്ന ഗായത്രി ദേവിയെ നോക്കി രുദ്രൻ പറഞ്ഞു. വേണ്ടടാ, എൻ്റെ ഭാര്യയെ ഹോസ്പിറ്റൽ കൊണ്ടുപോവാനേ. എനിക്ക് നിന്നെ പോലൊരു പെണ്ണുപിടി എൻ്റെ കാലു പിടിക്കേണ്ട ആവശ്യമില്ല. മഹാദേവൻ എടുത്തടിച്ചതുപോലെ പറഞ്ഞു. അച്ഛൻ്റെ ആ പെണ്ണുപിടിയൻ എന്ന പ്രയോഗത്തിൽ രുദ്രൻ്റെ തല കുനിഞ്ഞുപോയി. അപ്പോഴും നിദ്ര എന്തു ചെയ്യണമെന്നറിയാതെ തരിച്ചു നിൽക്കുമായിരുന്നു. ഇനിയുള്ള രുദ്രൻ്റെ പ്രതികരണം ഓർത്തപ്പോൾ അവളുടെ കാൽപാദം മുതൽ ഉച്ചവരെ ഭയം അരിച്ചു കയറി. ഡ്രൈവർ, കാറിർക്ക്. മഹാദേവൻ അലറുകയായിരുന്നു. പെട്ടെന്ന് തന്നെ യൂണിഫോം ഇട്ട ഒരാൾ വന്ന് പോർച്ചിൽ കിടന്ന കാർ ഓടിച്ച് അവരുടെ സമീപം കൊണ്ടിട്ടു. മഹാദേവൻ രുദ്രനെ വകവയ്ക്കാതെ ഗായത്രി ദേവിയെയും കൊണ്ട് ബാക്ക് സീറ്റിൽ കയറി ഡോറടച്ചു. സിറ്റി ഹോസ്പിറ്റൽ, വണ്ടിയെടുക്ക് വേഗം. ഡ്രൈവറുടെ ആജ്ഞ കേട്ട് തലകുലുക്കി. ഞാനും കൂടി വരാമച്ച, പ്ലീസ്. ഈ അവസ്ഥയിൽ അച്ഛനമ്മയെ ഒറ്റയ്ക്ക് കൊണ്ടുപോകേണ്ട. മഹാദേവൻ അത് കേട്ട ഭാവം നടിച്ചില്ല. ഡ്രൈവർ പെട്ടെന്ന് തന്നെ കാറെടുത്തു. അത് ഗേറ്റ് കടന്ന് കുതിച്ചു പാഞ്ഞു.
ഒരു നിമിഷം വേദനയോടെ അത് നോക്കി നിന്ന ശേഷം രുദ്രൻ നിദ്രയുടെ നേരെ തിരിഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ അവളെ കൊല്ലാനുള്ള രോഷം തിളച്ചു. അവയിൽ നിന്ന് തൻ്റെ നേർക്ക് അഗ്നിസ്ഫുലിംഗങ്ങൾ പാറുന്നത് പോലെ അവൾക്ക് തോന്നി. എങ്ങോട്ടെങ്കിലും ഓടിയൊളിക്കണമെന്നുണ്ട്. പക്ഷേ ഭയം കാരണം പാദങ്ങൾ ചലിക്കാതെ ഉറച്ചു പോയിരിക്കുന്നു. പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ രുദ്രൻ അവളുടെ ഇരുകവളത്തും മാറി മാറി അടിച്ചു. തല പൊട്ടിപ്പിളരുന്ന നൊമ്പരം അവൾക്ക് തോന്നി. പെട്ടെന്ന് അവൻ അവളുടെ മുടിക്കുത്തിന് കുത്തിപ്പിടിച്ചു. വിടു പ്ലീസ്, വേദനിക്കുന്നു. ഞാൻ മനഃപൂർവ്വമല്ല ഇതൊന്നും, പ്ലീസ്. പ്രാണൻ പറഞ്ഞു പോകുന്ന വേദനയിൽ അവൾ ഞെരങ്ങി. നീ ഒന്നും ചെയ്തിട്ടില്ലല്ലേ? ആരോട് ക്യാഷ് വാങ്ങിയെന്ന് ആ ഹോട്ടൽ റൂമിൽ വന്ന് നീ എന്നെ ചതിച്ചു. ശരീരം വിറ്റ് നടക്കുന്ന നിന്നെ പോലൊരുത്തി കാരണം നാടിനും വീടിനും കൊള്ളാത്തവനായി ഈ രുദ്രൻ. നീ അത്രയും ദ്രോഹം എന്നോട് ചെയ്തിട്ടും പെണ്ണല്ലേ എന്ന് കരുതി ക്ഷമിച്ചു വിട്ടതാ ഞാൻ. പക്ഷെ ഇനിയില്ല. എൻ്റെ അമ്മയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരിയായ, എൻ്റെ അച്ഛൻ്റെ മുന്നിൽ വീണ്ടും എൻ്റെ തല താഴ്ത്താൻ കാരണക്കാരിയായ നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ച് കൊല്ലുമടി. നിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. കാത്തിരുന്നോ നീ? ഇത് ഈ രുദ്രാദേവ മഹേശ്വരൻ്റെ ശബ്ദമാണ്. രുദ്രൻ നൽകുന്ന വേദനയേക്കാൾ അവളെ കീറി മുറിച്ചത് അവൻ്റെ വാക്കുകളാണ്. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ ജീവനോടെ വെച്ചേക്കില്ല നിന്നെ ഞാൻ. അതുകൂടി കൂട്ടിച്ചേർത്ത ശേഷം രുദ്രൻ പെട്ടെന്ന് അവളെ മുടിക്ക് പിടിച്ച് തന്നെ മുന്നോട്ട് തള്ളി. അവൾ കൈലാസം എന്ന ആ മാണിക മാളികയുടെ മുറ്റത്ത് വെറും മണ്ണിൽ കവിളടച്ചു വീണു. പരമപുച്ഛത്തോടെ അവളെ ഒന്ന് നോക്കിയിട്ട് രുദ്രദേവ് ദ്രുതഗതിയിൽ അച്ഛൻ പോയ വഴിയെ കാറെടുത്ത് പാഞ്ഞു. നിദ്ര വെറും നിലത്ത് കിടക്കുകയായിരുന്നു. അവളുടെ മിഴികളിൽ നിന്ന് ചുടുനീരൊഴുകി വീണു. കണ്ണുകൾ നിറഞ്ഞു വരുന്നെങ്കിൽ കൂടിയും രുദ്രന്റെ മുഖം നിദ്രയോടുള്ള ദേഷ്യത്താൽ രൗദ്രരൂപം പൂണ്ടിരുന്നു. അവനപ്പോൾ അവളോടുള്ള അമർഷത്തിൽ ലോകം മുഴുവൻ അടിച്ചു തകർക്കാനുള്ള കളിയാണ് തോന്നിയത്. സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അച്ഛൻ്റെ കാറിന് പിറകെ അവൻ സിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. മഹാദേവൻ ഭാര്യയെ കൈകളിൽ താങ്ങിയെടുത്തുകൊണ്ട് നടന്ന് ഹോസ്പിറ്റലിലേക്ക് കയറുന്നത് കണ്ട രുദ്രൻ കാറ് വേഗത്തിൽ അലക്ഷ്യമായി പാർക്ക് ചെയ്തുകൊണ്ട് അച്ഛന് പിറകെ ഓടി. ഹോസ്പിറ്റൽ അധികൃതർ വരികയും അമ്മയെ കാഷ്വാലിറ്റി വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നതും അവൻ നിസ്സഹായനായി കണ്ടുനിന്നു. ഡോക്ടറോട് എന്തെല്ലാമോ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഡോക്ടറുടെ കൂടെ അമ്മയുടെ അരികിലേക്ക് പോകുമ്പോൾ രുദ്രനെ കണ്ട ആളുകൾ അമ്പരക്കുകയും എല്ലാവരും ആർത്ത് വിളിച്ച് അവന് ചുറ്റും കൂടുകയും ചെയ്തു. ആരാധകർ അവൻ്റെ ചുറ്റിനും ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ചുറ്റിത്തിരിയുമ്പോൾ അവന് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാതെ ആശുപത്രിയിലാണെങ്കിൽ പോലും വെറുതെ വിടാത്ത ആളുകളെ കാണും തോറും അവൻ്റെ ദേഷ്യം ആളി പടർന്നുകൊണ്ടിരുന്നു. സർ, ഒരു ഫോട്ടോ. രുദ്രദേവ് മഹേശ്വർ, ഒരു സെൽഫി പ്ലീസ്. അവർ ചെവിയിൽ കൊതുക് മോളും പോലെ അവനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ നില വിട്ടുപോയി. രുദ്രൻ അതൊരു ആശുപത്രിയാണ് എന്ന് പോലും മറന്നുകൊണ്ട് ഒരു നിമിഷം തൻ്റെ ദേഷ്യം മുഴുവൻ മനസ്സിൽ വരുത്തി അലറി വിളിച്ചു, ഗീവ് മീ സം പ്രൈവസി. സ്വന്തം ചെവികൾ രണ്ടും പൊത്തിപ്പിടിച്ച് രുദ്രൻ ആകാശത്തേക്ക് നോക്കി അലറി. എല്ലാവരും ഭയന്നുകൊണ്ട് അവനിൽ നിന്ന് വിട്ടുനിന്നുവെങ്കിലും ആശുപത്രി അധികൃതർ ഓടിക്കൂടി. പുറത്ത് ശബ്ദം കേട്ട് മഹാദേവൻ പോലും ഭയന്നുകൊണ്ട് ഡോക്ടറുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് കടന്നു. അവനെ കണ്ടതും അയാളുടെ മുഖം വലിഞ്ഞു മുറുകി. ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് സെക്യൂരിറ്റി അവനായി ഒരു വഴിയൊരുക്കിയപ്പോൾ രുദ്രൻ മഹാദേവൻ്റെ അനിഷ്ടമൊന്നും വകവയ്ക്കാതെ അയാളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് മഹാദേവൻ മടുപ്പോടെ മകൻ്റെ മുന്നിൽ തൊഴുതോട് നിന്നു. ഇത്രയും ഞങ്ങളെ ഉപദ്രവിച്ചത് പോരെ നിനക്ക്? ഇനി ഞങ്ങളെ കൊല്ലാക്കൊല ചെയ്ത് മതിയായില്ലേ എന്നാണോ? മഹാദേവൻ്റെ വാക്കുകൾ രുദ്രൻ്റെ നെഞ്ചിൽ നേറി പിടിപ്പിച്ചു പുകഞ്ഞുകൊണ്ടിരുന്നു. ദയനീയമായി അവൻ അച്ഛനെ നോക്കിപ്പോയി. അച്ഛ, അമ്മ, ഞാനൊരു തെറ്റും ചെയ്തില്ല അച്ഛ, എന്നെ ഒന്ന് വിശ്വസിക്ക്. രുദ്രൻ തൻ്റെ നിസ്സഹായ അവസ്ഥ അച്ഛനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്നറിയില്ലായിരുന്നു. അവൾക്കിപ്പോൾ വയ്യാതെ ആയതേ ഉള്ളൂ. നീയായിട്ട് നിൻ്റെ അമ്മയെ കൊല്ലരുത്, എനിക്കത്രേ പറയാനുള്ളൂ. വെട്ടിത്തിരിഞ്ഞുകൊണ്ട് മഹാദേവൻ ഡോക്ടറുടെ മുറിയിലേക്ക് കയറിപ്പോയി. രുദ്രൻ പൊട്ടി തകർന്നുകൊണ്ട് ആശുപത്രിയിലെ നീണ്ട ബെഞ്ചിൽ ചുമര് ചാരിയിരുന്നു പോയി. അപ്പോഴും അവന് ചുറ്റും പലരുടെയും ക്യാമറ കണ്ണുകൾ നീണ്ടിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ കാഷ്വാലിറ്റിയിൽ നിന്ന് ഗായത്രി ദേവിയെയും കൊണ്ട് ആശുപത്രി അധികൃതർ മുറിയിലേക്ക് പോകുന്നത് കണ്ട രുദ്രൻ ചാടി എഴുന്നേറ്റു. അവർ വളരെ ക്ഷീണിതയായി കാണപ്പെട്ടിരുന്നു. അവർക്ക് പിന്നാലെ മഹാദേവനും ഉണ്ടായിരുന്നു. മനഃപൂർവ്വം അയാൾ മകന് മുഖം കൊടുത്തില്ല. ഒരു യാചകനെ പോലെ രുദ്രൻ അവർക്ക് പിന്നാലെ പാഞ്ഞു. ഗായത്രി ദേവി അത്യാധുനികം സൗകര്യമുള്ള മുറിയിലാക്കി അധികൃതർ പിൻവാങ്ങിയപ്പോൾ രുദ്രൻ അകത്തേക്ക് കടക്കാൻ ഒരുങ്ങിയതായിരുന്നു. അതിനു മുന്നേ തന്നെ മഹാദേവൻ അവന് കടക്കാൻ അവസരം സൃഷ്ടിക്കാതെ വാതിൽ രുദ്രന് മുന്നിൽ കൊട്ടിയടച്ച് കഴിഞ്ഞിരുന്നു. ഞെട്ടിപ്പോയ രുദ്രൻ ഒരു നോക്കുകുത്തി കണക്കി വാതിലിന് മുന്നിൽ തറഞ്ഞു നിന്നു. അച്ഛൻ്റെ മനസ്സിൽ തനിക്കിനി സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കിയ രുദ്രൻ
വാതിലിൽ മുഖം ചേർത്ത് പിടിച്ച നിമിഷങ്ങളോളം അങ്ങനെ തന്നെ നിന്നു. അവൻ്റെ മനസ്സിൽ നിദ്രയോടുള്ള പക കത്തിയെരിഞ്ഞുകൊണ്ടിരുന്നു.